കാട്ടി അവനെടുത്ത് വണ്ടിയിലിട്. ഓരോ കാരണങ്ങൾ പറഞ്ഞു വരുന്ന ആലോചനകൾ മുടക്കുമ്പോഴൊന്നും ആരും സംശയിച്ചില്ലല്ലോ ഇവളെ. അമ്മാമ്മയുടെ പുന്നാരം കൂടി പോയന്റെയാ കുട്ടി ഇത്ര തണ്ട് കാട്ടണ. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും തെളിച്ചു പറയുന്നുണ്ടോ? ആലത്തൂരിന്ന് വന്ന അമേരിക്കക്കാരന്റെ ആലോചന എങ്ങനെ മുടങ്ങിയെന്ന് അച്ഛൻ കരുതിയേ? ദൈവൻ കുമാരൻ പറയും. പറയടോ. ഇവനെ ആയിരുന്നു വിവരം അറിയാൻ ഗിരി പറഞ്ഞേച്ചത്. എന്താണോ ഉണ്ടായത്? പെണ്ണിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞത് നുണയായിരുന്നു. അത് സാവിത്രിക്കുട്ടി അന്ന് വന്ന ചെക്കൻ്റെ അടുത്തൊരു നുണ പറഞ്ഞതിന്റെ പേരില്ല. നുണയോ? എന്ത് നുണയാ ഇവള് പറഞ്ഞേ? ഇവളുടെ കല്യാണം നാരായണനുമായിട്ട് 3-4 കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന്. എന്താ അത്? നുണയാണോ സത്യമാണോ അമ്മാമ്മ തന്നെ ചോദിക്കേ. എന്താ സാവിത്രി കേക്കണേ? വല്ല വാസ്തവം ഉണ്ടോ ഇതില്? പറയടി. സത്യാണ്. എന്റെ ദൈവങ്ങളെ, അപ്പൊ ഇവിടെ ഇടയ്ക്കും തലയ്ക്ക് പൊക്കണം മുറുക്കി പോയത് അവന്റെ അടുത്തേക്കായിരുന്നോ? നീ ഇത്രയ്ക്ക് പോന്നോളായത് ഞാൻ അറിഞ്ഞില്ല. എന്നെ തോപ്പിക്കാൻ മാത്രം ആയില്ലേ? തൊന്തയും തള്ളയില്ലാത്തതിന്റെ ഖേദം അറിയിക്കാണ്ട പോറ്റി വളർത്തി എന്നെ അവന്റെ കൂടെ കൂട്ടിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ? കൊണ്ടുപോയി എവിടെങ്കിലും പൂട്ടിയിടാ. മണങ്കാമ്പുടിയും കൊണ്ട് പോലീസ് വന്നു. അവനെ പുറത്തിറക്ക്. ഇറങ്ങാൻ
എന്നാ നമുക്ക് പോകാം ഗിരി. എന്താ എന്താ ഏതാ ഇവൻ? മോനെ ഗിരി, എന്താ മോനെ? ബഹളം കൂട്ടണ്ട. നിന്റെ ശിക്കാരി അവനെ ഏൽപ്പിച്ച കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം പോലീസിനോട് അവൻ പറഞ്ഞു കഴിഞ്ഞു. പേടിപ്പിക്കല്ലേ നാരായണ, പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാ. മാനേ ഗിരി, നിന്റെ മറുപിള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം. ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല. എന്നാലും ഒന്ന് കേറി ഇറങ്ങി വാ. എന്നാ കേറിയാട്ടെ. നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? കാണുന്നില്ല മനുഷ്യ? മോൻ അമ്മായിയപ്പന്റെ വീട് വരെ പോയി സൽക്കാരമൊക്കെ കഴിഞ്ഞ് വരും ഇന്ദ്രാണി സാറേ. അതുവരെ ക്ഷമി. കുഞ്ഞമ്മൂന്നാരി സാറേ, ദാ ആലുരാഘവൻ സാർ കഴിഞ്ഞുകൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളെ കണ്ട ആ കാര്യം പറയാൻ ഒരിക്കലൂടെ വന്നിരുന്നു. ഇപ്പൊ പോലീസ് കൊണ്ടുപോയി ഗിരി സാറ് ഈ സാറിനെ കല്ലുകെട്ടി ഡാമിൽ താത്താൻ നോക്കി. പക്ഷേ നീ രക്ഷിച്ചല്ലോ. ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ. അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം. അല്ല, ഇന്ദ്രാണി സാറിന് ആളെ മനസ്സിലായില്ലേ? ചെറിയച്ഛന്റെ കനിഷ്ഠ പുത്രനാണ്. ഇതാ ഭാർഗവിയിലുണ്ടായ ചെക്കൻ. ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ്. ആരുഢവും വിലാസവും ഇല്ലാതെ കെയർ ഓഫ് പുറമ്പോക്കായി ജീവിക്കുന്ന ഒരു പാവം. നീയപ്പോ ചെറിയച്ഛനോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ കണ്ടെത്തിയ പുതിയ ആയുധം. പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ദുര്യോധനാണല്ലേ? ആവാം. സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേര് കൂടെ നൽകിയിട്ടുണ്ട്, സുയോധനൻ. അങ്ങനെ വിളിച്ചോളൂ. അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക്. കുഞ്ഞമ്മത്തെ മാറ്റർക്ക് വരണം. ഇയാൾക്ക് നീ പോയി പടയൊരുക്കടാ ചേക്ക. തോഴരും ബന്ധുജനങ്ങളും ചത്തൊടുങ്ങിയ മണ്ണിൽ ഊരുക്കൾ തകർന്ന് പാതി ചത്തുകിടന്നു മോങ്ങിയ നൂറ്റവരിലെ മൂത്തവന്റെ ചിത്രം മറക്കണ്ട. അതിന് മാത്രം പോകുന്നൊരു പുത്രന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല കുഞ്ഞമ്മൂന്നായരെ. ഇനിയൊരു ചാൻസും ഇല്ല. ഏജ് ഓവർ ആയില്ലേ? നിങ്ങളോടുള്ള പോരിന് നാരായണന് കായബലത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വക്രബുദ്ധിയെ ഞാൻ കോടതി മുറിയിൽ വെച്ച് നേരിടും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിങ്ങൾക്കും നിയമം അനുവദിക്കുന്ന അവകാശം ഇയാൾക്കും. പഴയ വക്കീൽ കുപ്പായം ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ആലി എന്ന രാഘവ സർ കുഞ്ഞമ്പൂ നായരോട് ഡയലോഗ്സ് വല്ലതും? അച്ഛൻ എന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല. ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ അവകാശം ഇരക്കാൻ വന്നതല്ല. പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് മകനെന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്നറിയാം. അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ. എന്നെ കാണിക്കാനും കാണിച്ചു പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാലാണ് എന്റെ പിടിച്ചു വാങ്ങാവുന്ന മനപ്പായസം ഉണ്ണണ്ടടാ ഒരുത്തനും. കാലടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപടധൈര്യം നല്ലതാ. അത് വെള്ളം ചേർക്കാതെ വിഴുങ്ങി കാത്തിരുന്നു. ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കുട്ടിയോട് ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട്. സോറിട്ടോ. സാവിത്രിയേ, കുഞ്ഞമ്പൂ നായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാൻ ഇവളോട് ചുമ്മാ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ. അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമടത്തിൽ കൊണ്ടുപോയേനെ. അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്നെ 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി. ശരി, ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവും. മാളി ചെന്ന് വണ്ടി കയറി. ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവൾ ചുമ്മാ പൊളിപിടിച്ചതാ. ഒരു ഡിഫൻസ് മെക്കാനിസം. തുടങ്ങുന്നേയുള്ളൂ കുഞ്ഞമ്പൂ നായർ. നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങളെ നോക്കി പല്ലിളിക്കുന്നത് കാണുന്നില്ലേ? കോട്ടെ, പോണ വഴിക്ക് ഡ്രൈ ക്ലീൻ ഷോപ്പിൽ നിന്ന് കയറണം. കോട്ട് മേടിക്കണ്ടേ?